NRC നടപ്പിലാക്കാൻ വീണ്ടും ശ്രമിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടു കൂടി ഓരോ സംസ്ഥാനങ്ങളിലും NRC വിപുലീകരിക്കാൻ ശ്രമിക്കുന്നു. അതുവഴി വളരെ നിഷേധാത്മകമായിട്ടുള്ള രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പലരുടെയും സിറ്റിസൺഷിപ്പ് എടുത്തു കളയുന്ന രീതിയിലേക്ക്, ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കേന്ദ്രം ഒരു ആഭ്യന്തര പ്രശ്നം രൂപീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം മണിപ്പൂർ കലാപം എന്തിന്റെ പേരിലാണ് ഉണ്ടായത്. അതിനെ ആളിക്കത്തിക്കാനായിരുന്നു BJP മുഖ്യമന്ത്രിയായിരുന്ന N ബീരേൻ സിംഗ് ശ്രമിച്ചത്. കേന്ദ്രത്തിൽ അടിയുറച്ചിരിക്കാൻ ഇനി ഒരു ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമാക്കിയാൽ അതിനും ഒരു മടിയുമില്ല എന്ന് പ്രഖ്യാപനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. വാസ്തവത്തിൽ ഭരണഘടനയെ പരസ്യമായി വെല്ലുവിളിച്ച വ്യക്തിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അങ്ങനെയുള്ളവരെയാണ് BJP തീറ്റിപ്പോറ്റുന്നത്. BJP എല്ലാ രീതിയിലും അവർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പരമ്പരാഗതമായി BJPക്ക് വേണ്ടി പ്രവർത്തിച്ച ജനസംഘം മുതലേ പ്രവർത്തിച്ചവരെയൊക്കെ BJP ഇപ്പോൾ ഒതുക്കുകയാണ്. പകരം ഇന്നലെ വന്ന പല നേതാക്കളെയും അരിയിട്ട് വാഴിക്കുകയാണ്. കാരണം അവരെടുക്കുന്ന അജണ്ട എല്ലാം അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പ്രൊപ്പഗാൻഡകളാണ്. എങ്ങനെയാണോ നരോദ പാത്തിയ കൂട്ടക്കൊല ഉണ്ടായത്, എങ്ങനെയാണോ ഗോന്ദ്രയിൽ കലാപമുണ്ടായത്, ആ സാഹചര്യങ്ങളെയൊക്കെ കൃത്യമായി അംഗീകരിക്കാൻ ശ്രമിക്കുന്ന പല നേതാക്കളുമുണ്ട്. അവരോടൊപ്പം അവരുടെ ഒരു എൻ ബ്ലോക്കാണ് ഇപ്പോൾ BJPക്ക് അകത്ത് സംജാതമാകുന്നത്. അവർക്ക് എല്ലാ രീതിയിലും ഗോഡ്സെ പോലുള്ളവരാണ് അവരുടെ ആത്മീയ നേതാക്കൾ. അങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ഹർജിയുമായി പ്രതിപക്ഷ നേതാവ് വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയിലേക്ക് ഹർജി കൊടുത്തിരിക്കുന്നത്. NRC നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വഴി ഈ രാജ്യത്ത് വോട്ടർ പട്ടികയിൽ വരുത്തുന്ന വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു തിരുത്ത് കേന്ദ്ര സർക്കാർ അത് ബോധപൂർവം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച്, ജ്ഞാനേഷ് കുമാറിനെ ഉപയോഗിച്ച് അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ ശ്രമിക്കുകയാണ്. ഇതുവഴി പലരുടെയും പൗരത്വം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, പലരെയും കുത്തിക്കയറ്റാൻ, അനധികൃതമായി പൗരത്വം നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ ശ്രമങ്ങൾ ഏറ്റവും അധികം രൂക്ഷമാകുന്ന അസാമിലും പശ്ചിമ ബംഗാളിലുമാണ്. നമുക്കറിയാം അസാമിൽ 40% വരുന്നവർ മുസ്ലിങ്ങളാണ്. ബംഗാളിലും ഏകദേശം 30% പേർ. അവരെ ഉപദ്രവിക്കുക, അവരുടെ പൗരത്വം റദ്ദാക്കാൻ എന്താണ് ഒരു എളുപ്പ വഴി? അതിനാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം അവിടെയൊക്കെ BJPക്ക് തിരിച്ചടി കിട്ടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടുന്നു. BJPയുടെ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നു. അവർക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായും അടി ഉണ്ടാക്കി വിടക്കാക്കി തനിക്കാക്കുക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബീഹാറിൽ. അതിന്റെ ആദ്യ രീതിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അവിടുത്തെ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതാകുമ്പോ ബാലറ്റ് പേപ്പറിലായിരുന്നാലും കുഴപ്പമില്ല, വോട്ടിംഗ് അവകാശം, അതായത് വോട്ടവകാശമുള്ളവരുടെ എണ്ണം അതിൽ ന്യൂനപക്ഷക്കാരില്ല. അതായത് ഇന്ത്യ മുന്നണിയെ തകർക്കാൻ പല വളഞ്ഞ വഴികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ BJPക്ക് പറഞ്ഞു കൊടുക്കുന്നു.